സൈനേഡ് നീറ്റ് UG കൗൺസിലേക്ക് സ്വാഗതം. നിങ്ങളോടൊപ്പം സംസാരിക്കുന്ന ഞാൻ ഡോക്ടർ അമൃത, സൈനേഡിനൊപ്പം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള ഇൻഫോ ഗൈഡിനെ പറ്റിയിട്ടാണ്. നീറ്റ് 2025 കൗൺസിലിംഗ്, അതിലെ MBBS BDS സീറ്റുകളെയാണ് നമ്മൾ നോക്കുന്നത്. കേരള ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും, MBBS BDS സീറ്റുകൾ മാത്രമല്ല, എഞ്ചിനീയറിംഗ്, ഫാർമസി, വെറ്റിനറി മുതലായവ കോഴ്സുകളുമുണ്ട്. അതിലെ MBBS BDS സീറ്റുകളെയാണ് സൈനേഡ് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. കേരളത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, കേരളത്തിൽ ഓപ്പൺ സീറ്റ് ഉണ്ട്. അതായത് കേരളത്തിൽ നിന്ന് പുറത്തുള്ള ആളാണ് നിങ്ങളെങ്കിൽ, കേരളത്തിൽ പഠിക്കാൻ നിങ്ങൾ ഒത്തിരി അധികം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. എങ്ങനെയെന്ന് വെച്ചാൽ, കേരളത്തിലെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ ഓപ്പൺ സീറ്റ്സ് ഉണ്ട്. ആ ഓപ്പൺ സീറ്റുകളിൽ നിശ്ചിത എമൗണ്ടിൽ സീറ്റുകളുണ്ട്. ആ സീറ്റുകളിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതിന് തക്കതായ റാങ്കും ആവശ്യമാണ്. എല്ലാത്തിനെയും പറ്റി സൈനേഡ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും സൈനേഡ് നീറ്റ് UG കൗൺസിലേക്ക് സ്വാഗതം. ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിൽ എന്തുമാത്രം സീറ്റ്സ് ഉണ്ട് MBBS BDS. ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിൽ MBBSനായി 1494 സീറ്റാണ് ഉള്ളത്. സെൽഫ് ഫിനാൻസിങ് പ്രൈവറ്റ് കോളേജുകളിൽ 2850. അപ്പോൾ മൊത്തം 4344ഓളം MBBS സീറ്റുകൾ ഉണ്ട്. BDS സീറ്റുകളെ പറ്റി പറയുകയാണെങ്കിൽ, ഗവൺമെൻറ് കോളേജുകളിൽ 255, പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ 1670, മൊത്തം 1925ഓളം സീറ്റുകളുണ്ട്. കേരളത്തിലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഒട്ടനവധി നല്ല മെഡിക്കൽ കോളേജ് ഉണ്ട്. കേരളത്തിൽ ഒട്ടനവധി നല്ല മെഡിക്കൽ കോളേജുകൾ ഉണ്ട്. ഈ കേരള സീറ്റ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയല്ലോ, MBBS BDS എന്തുമാത്രം സീറ്റ് ഉണ്ടെന്ന്. 15% സീറ്റുകൾ ഓൾ ഇന്ത്യക്ക് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള സീറ്റുകളിലാണ് കേരള കൗൺസിലിംഗ് നടക്കുന്നത്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് എലിജിബിലിറ്റി ക്രൈറ്റീരിയനെ പറ്റിയിട്ടാണ്. അതിലാദ്യം അക്കാഡമിക് എലിജിബിലിറ്റി. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിൽ മൊത്തമായി 50% അഗ്രിഗേറ്റായി ആവശ്യമായിട്ട് ഉള്ളത്. ഏജ് ക്രൈറ്റീരിയനെ പറ്റി പറയുകയാണെങ്കിൽ, മിനിമം പ്രായപരിധി 17 വയസ്സ് തികഞ്ഞിരിക്കണം. 31 ഡിസംബർ 2025 17 കംപ്ലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിന് മുൻപെങ്കിലും നിങ്ങൾ കാൻഡിഡേറ്റ്സ് 17 പൂർത്തിയാക്കിയിരിക്കണം. അപ്പർ ഏജ് ലിമിറ്റ് MBBS BDS കോഴ്സുകളിൽ ഇല്ല. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നീറ്റ് എലിജിബിലിറ്റിയെ പറ്റിയിട്ടാണ്. കാറ്റഗറിയുടെ അടിസ്ഥാനത്തിൽ ജനറൽ അൺറിസർവ്ഡ് കാറ്റഗറിക്ക് 50th പെർസെൻറ്റൈലും, SC ST SC BCക്ക് 40th പെർസെൻറ്റൈലും. SC BC മുതലായ റിസർവേഷൻ ഉള്ളത് നമ്മുടെ കേരളത്തിനാണ്. 40th പെർസെൻറ്റൈൽ എന്ന് പറയുമ്പോൾ 113ഓളം മാർക്കാണ് ആവശ്യമായി വരുന്നത്. PWD കാൻഡിഡേറ്റ് ആണെങ്കിൽ ജനറലിന് 45th പെർസെൻറ്റൈലും, PWD SC ST SC BC ആണെങ്കിൽ 40th പെർസെൻറ്റൈലും. ജനറൽ അൺറിസർവ്ഡ് 50th പെർസെൻറ്റൈൽ എന്ന് പറയുമ്പോൾ 144 മാർക്ക് കരസ്ഥമാക്കേണ്ടതായിട്ടുണ്ട്. ഓൾ ഇന്ത്യയുടെ സ്കോർ കാർഡിലുള്ള കാറ്റഗറി റാങ്കും കേരളയിലെ കാറ്റഗറി റാങ്കും തമ്മിൽ വ്യത്യാസമുണ്ട്. കൗൺസിലിംഗ് സമയത്ത്, കേരള കൗൺസിലിംഗിൽ നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കാനുള്ളത് കേരളയുടെ സ്കോർ കാർഡാണ്. കേരളയിലെ കാറ്റഗറി, കേരളയുടെ പെർസെൻറ്റേജ് എല്ലാം കേരള കൗൺസിലിങ്ങിനും, ഓൾ ഇന്ത്യയിലുള്ള കാറ്റഗറി ഒക്കെ ഓൾ ഇന്ത്യയിലുമാണ്. രണ്ടും വ്യത്യസ്തമാണ്. അത് തമ്മിൽ നിങ്ങൾ കൺഫ്യൂഷൻ വരാൻ പാടില്ല. കൗൺസിലിംഗ് സംബന്ധമായി എന്ത് സംശയമുണ്ടെങ്കിലും തീർച്ചയായും നിങ്ങൾക്ക് സൈനേഡ് പോർട്ടലിൽ സന്ദർശിക്കാവുന്നതാണ്. സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി സൈനേഡ് പോർട്ടൽ നിങ്ങൾക്ക് എല്ലാ സേവനവും ഒരുക്കിത്തരും. നിങ്ങൾക്ക് ക്ലോസിംഗ് റാങ്ക് അറിയണം, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഫീ സ്ട്രക്ചർ എന്താണ്, ഏത് റാങ്ക് വരെ അവിടെ പോയി, എല്ലാം നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടില്ലേ? തീർച്ചയായും സബ്സ്ക്രൈബേഴ്സിന് സൈനേഡ് പോർട്ടൽ വിസിറ്റ് ചെയ്താൽ ഈ ഡേറ്റാസ് എല്ലാം കിട്ടുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. വാട്സപ്പ് ചാനലുണ്ട്, ടെലിഗ്രാം ഗ്രൂപ്പുണ്ട്, അവിടെയും ലിങ്ക് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങളോട് സംസാരിച്ച് ഞാൻ ഡോക്ടർ അമൃത, സൈനേഡിനൊപ്പം. താങ്ക് യു.